ലൈഫിലെ 30ാമത്തെ ഫ്ലൈറ്റ് കയറാനാണ് ഞാൻ ഈ പോണത്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഓട്ടോ എടുക്കുമ്പോഴാണ് ഞാൻ ഫ്ലൈറ്റ് കയറി ഇറങ്ങിയത്. ഈജിപ്തിൽ വന്നതിന്റെ ഉദ്ദേശം പിരമിഡ്സ് കാണാന്നുള്ളത് മാത്രല്ല കേട്ടോ. ഈജിപ്ത് എന്ന് പറയുമ്പോൾ അധികാരം ചിന്തിക്കാത്ത ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിൽ വന്നിട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിലെ വൺ ഓഫ് ദി മെയിൻ ഐറ്റം ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് കയറൊന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത്. മോൾഡീവ്സിനെ പോലും വെല്ലുന്ന ലക്ഷറി റിസോർട്ട്സ് ഒക്കെ ഉള്ള ബീച്ച് സൈഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. യെസ് ഗൈസ്, വെൽക്കം ടു ഷർമൽ ഷെയ്ഖ്. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള വെക്കേഷൻ ആണ് നിങ്ങളുടെ മൈൻഡിലെങ്കിൽ ഷർമൽ ഷെയ്ഖ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. എന്നാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം ദേ ഈ കാണുന്ന കടലാണ് കേട്ടോ. ഈ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളക്കുള്ള ഈ കടൽ ഏതാണെന്നറിയോ? ഇതാണ് റെഡ് സീ. ഡെഡ് സീ അല്ല, റെഡ് സീ. ഒത്തിരി ചൂടോ എന്നാ ഒത്തിരി തണുപ്പോ ഇല്ലാത്ത ഒരു അടിപൊളി വെതർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഈസി ആയിട്ട് ഈ വിസ കിട്ടുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. UK എന്ന് വരുന്നവർക്ക് ഷർമൽ ഷെയ്ഖിലേക്ക് ഡയറക്റ്റ് ചീപ്പ് റേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ എന്തിനാ ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ കടലിന് എന്താ ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിനുള്ള ഉത്തരം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ട്രാവൽ റിലേറ്റഡ് കണ്ടന്റ്സ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.